Let all mortal flesh keep silence, and with fear and trembling stand. Ponder nothing earthly minded, for with blessing in His hand, Christ our womb to earth descended, our full homage to demand. King of kings yet born of Mary, as of old on earth is due, Lord of lords in human vesture, in the body and the blood, He will give to all the faithful His own Son for heavenly food. Rank on rank the host of heaven spreads it one God on the way, as the light of light descended from the realms of endless day, that the powers of hell may vanish as the darkness clears away. At His feet the six-winged seraph, cherubim with sleepless eye, veil their faces to the presence, as with ceaseless voice they cry, Hallelujah, 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 Lord Most High. Hallelujah, Lord Most High. Greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, യേശുവിൻ്റെ ക്രൂശീകരണത്തിനും കബറടക്കത്തിനും ശേഷം ആകെ പരിഭ്രമിച്ചു പോയ ശിഷ്യന്മാർ, ഭയവിഹുലരായ ശിഷ്യന്മാർ, ഈ യേശു സാക്ഷാൽ ദൈവം തന്നെയാണോ എന്ന് വിശ്വസിക്കുവാൻ നന്നേ കഷ്ടപ്പെടുന്ന ശിഷ്യന്മാർ, ആകെ പരിഭ്രാന്തരായി യഹൂദന്മാരെ പേടിച്ച് മുറിയിൽ കയറി വാതിലടച്ചിരിക്കുമ്പോൾ ആ മുറിയിൽ ഇറങ്ങി വന്ന് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ യേശുവിനെയാണ് നാം ഈ ഞായറാഴ്ച ധ്യാനിക്കുന്നത്. വിശുദ്ധനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുവാൻ അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവനായ നമ്മുടെ കർത്താവ് അവരെ ഒരു വലിയ ദൗത്യത്തിനായി പറഞ്ഞയക്കുകയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു.
നിങ്ങൾ കണ്ടതും കേട്ടതുമെല്ലാം നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകല ജാതികളെയും പഠിപ്പിച്ചുകൊണ്ട് അവരെ ശിഷ്യന്മാരാക്കിക്കൊള്ളുക. അതാണ് യേശു അവരോട് പറഞ്ഞത്. വെറുതെ അവർ അങ്ങനെ ഇറങ്ങിപ്പോകുവാനല്ല യേശു ക്രിസ്തു ഉദ്ദേശിച്ചത്. അവരെ ധൈര്യപ്പെടുത്തുകയാണ്, അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയാണ്. അവരുടെ മേൽ യേശു ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കുന്നു. പാപമോചനത്തിനുള്ള അധികാരം കൊടുത്തുകൊണ്ടാണ് അവരെ അയക്കുന്നത്. വളരെ എക്യുപ്ഡായി അവരെ അയക്കുകയാണ്. പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമുണ്ട്, ബലമുണ്ട്, ആശ്വാസമുണ്ട്. സാക്ഷാൽ ദൈവം തന്നെയാണ് അവരുടെ കൂടെയുള്ളത്. ഏത് പ്രതിസന്ധിയിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവർക്കുണ്ട്. യേശു അതാണ് അവരോട് പറഞ്ഞത്. സമാധാനിപ്പിച്ച് ബലപ്പെടുത്തി അവരെ പറഞ്ഞയക്കുകയാണ് ഈ ലോകത്തിലേക്ക്. പിതാവ് തന്നെ അയച്ചതുപോലെ അവൻ അവരെ അയച്ചു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ. എത്ര വലിയ സമാധാനമാണ്, ധൈര്യമാണ് ആകെ പരിഭ്രമിച്ചിരുന്ന ഭയവിഹ്വലരായ ശിഷ്യന്മാർക്ക് യേശുതമ്പുരാൻ കൊടുത്തത്. ഭയപ്പെട്ടിരിക്കുന്നവരെ തേടിയെത്തി അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് എവിടെയും കാണുവാൻ കഴിയുന്നത്. ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ എന്നോട് ചേർന്നിരിപ്പീൻ എന്നാണ്. നിങ്ങൾ ദൈവത്തോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോടുകൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഇത് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പാണ്. യഹൂദ രാജാവായ ആസ ഇപ്രകാരം ഒരു സന്ദർഭത്തിൽ ദൈവത്തിൽ നിന്ന് എന്ത് ആശ്വാസമാണ് പ്രാപിച്ചത്, എന്ത് ഉറപ്പാണ്, എന്ത് ധൈര്യമാണ് ആസ പ്രാപിച്ചത് എന്ന് നമുക്ക് പഠിക്കാം അടുത്ത വചനപാഠത്തിൽ നിന്നും. 2 Chronicles chapter 15 verses 1-8. അസറിയ പ്രവാചകനിൽ കൂടെയാണ് ദൈവം രാജാവായ ആസയോട് സംസാരിക്കുന്നത്. Then the Spirit of God came upon Azariah, and he went out to meet King Asa as he was returning from the battle. Listen to me, Asa. Listen, armies of Judah and Benjamin, he shouted. The Lord will stay with you as long as you stay with him. Whenever you look for him, you will find him. But if you forsake him, he will forsake you. For a long time now over in Israel, the people have worshipped the true God and have not had a true priest to teach them. They have lived without God's laws. അത് ന്യായാധിപന്മാർ ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലത്തായിരുന്നു. അന്ന് അവർക്ക് സത്യദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവിടെ സത്യപുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല. ഇവിടെ പറയുന്നത്, they have not had a true priest to teach them. പുരോഹിതന്മാർ എത്രമാത്രം വിലപ്പെട്ടവരാണ് ദൈവജനത്തിന് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവജനത്തെ പഠിപ്പിക്കേണ്ടവരാണ് പുരോഹിതന്മാർ. Verse 4. But whenever they have turned again to the Lord God of Israel in their distress and searched for him, he has helped them. In their times of rebellion against God, there was no peace. Problems troubled the nation on every hand. Crime was on the increase everywhere. There were external wars and internal fighting of city against city, for God was plaguing them with all sorts of trouble. നമ്മുടെ ദൈവത്തിൻ്റെ ആഗ്രഹം നാമുമായി കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ എന്നോട് ചേർന്നിരിപ്പീൻ. പക്ഷേ
ദൈവസന്നിധി വിട്ടോടിപ്പോകുന്ന ജനം, അവർ പാപത്തിന് അടിമയാകുന്നു. അവർ പാപം ചെയ്യുന്നു, അതിക്രമം ചെയ്യുന്നു. ദേശം അധർമ്മം കൊണ്ട് നിറയുന്നു. 4 വശത്തു നിന്നും ശത്രുക്കൾ അവരെ ആക്രമിക്കുകയാണ്. പക്ഷേ ദൈവസന്നിധിയിലേക്ക് തിരിയുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു, ദൈവം അവരെ കൈക്കൊള്ളുന്നു. ഇവിടെ വേഴ്സ് 7 പറയുകയാണ്, ബട്ട് യു മെൻ ഓഫ് ജൂഡ കീപ് അപ്പ് ദ ഗുഡ് വർക്ക് ആൻഡ് ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്ഡ്, ഫോർ യു വിൽ ബി റിവാർഡഡ്. എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും. എത്ര ആശ്വാസമാണ് തങ്ങളിലേക്ക് കടന്നു വരുന്നവർക്ക് ദൈവം കൊടുക്കുന്നത്. എത്ര നല്ലവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരു പിതാവിനെ പോലെയാണ് അവൻ തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത്. അവർ പാപം ചെയ്യുമ്പോൾ അവർ മടങ്ങി വരുവാൻ വേണ്ടി അവരെ ബാലശിക്ഷയ്ക്ക് വിധേയരാക്കുന്നു. മടങ്ങി വരുമ്പോൾ അവൻ അവരെ കൈക്കൊള്ളുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു. അവരോട് പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്. കീപ് അപ്പ് ദ ഗുഡ് വർക്ക് ആൻഡ് ഡോണ്ട് ബി ഡിസ്കറേജ്ഡ്, ഫോർ യു വിൽ ബി റിവാർഡഡ്. Verse 8. When King Asa heard this message from God, he took courage and destroyed all the idols in the land of Judah and Benjamin, and in the cities he had captured in the hill country of Ephraim, and he rebuilt the altar of the Lord in front of the temple. ദൈവം ധൈര്യം കൊടുത്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തിയിൽ ആസ ദേശത്ത് പരിഷ്കാരങ്ങൾ വരുത്തുകയാണ്. അന്യദൈവ ആരാധനകളെല്ലാം ദേശത്ത് നിന്ന് ആസ രാജാവ് തുടച്ചു മാറ്റി. ഈ വേദഭാഗത്ത് നിഴലിച്ച് കാണുന്ന പ്രധാന കാര്യങ്ങൾ, ദ ലോർഡ് ഈസ് വിത്ത് യു വൈൽ യു ആർ വിത്ത് ഹിം. ദൈവത്തോടൊപ്പം ഇരിക്കുന്നതിൻ്റെ ആവശ്യകത പ്രവാചകനിൽ കൂടെ ദൈവം ആസയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇഫ് യു സീക്ക് ഹിം he will be found by you. ഈ തത്വം വിശുദ്ധ ബൈബിളിൽ വളരെ പ്രാധാന്യത്തോടെ വരച്ചു കാട്ടിയിരിക്കുന്നതാണ്. മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണമായി ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 29. എങ്കിലും അവിടെ വച്ച് നിന്റെ ദൈവമായ യഹോവയെ നീ തിരകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. Again, in the book of Jeremiah, chapter 29, verse 13. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 7, verse 7. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എക്കാലവും മനുഷ്യജാതി മനസ്സിലാക്കിയിരിക്കേണ്ട തത്വമാണിത്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ അവനെ കണ്ടെത്തും, അവനെ ഉപേക്ഷിക്കുന്നവൻ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടും. If you forsake him, he will forsake you. പ്രവാചകൻ ഇസ്രായേലിന് നേരിടേണ്ടി വന്ന അവസ്ഥ വിവരിക്കുകയാണ്. അതാണ് നാം വായിച്ചത് വേഴ്സ് 3. അതായത് അവർ സത്യദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ആ രാജ്യത്ത് അന്ന് പുരോഹിതന്മാരുണ്ടായിരുന്നില്ല. ട്രൂ പ്രീസ്, ന്യായാധിപന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. ഇവിടെ പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടത് പുരോഹിതന്മാരുടെ ഡ്യൂട്ടിയെ പറ്റിയാണ്. പുരോഹിതന്മാർ ജനത്തെ പഠിപ്പിക്കേണ്ടവരാണ്. ബലിയർപ്പിക്കുന്നതിനും പുറമെ അവർ ജനത്തെ ഉപദേശിക്കുകയും വേണം. The priest's teaching role was vital to the moral and spiritual quality of national life. അത് തന്നെയാണ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 10 വേഴ്സ് 10 പറയുന്നത്.
അതുപോലെ ഡ്യൂട്രോണമി ചാപ്റ്റർ 33 വേഴ്സ് 10, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അതായത് പുരോഹിതന്മാർ നിന്റെ വിധികളും ന്യായപ്രമാണവും ജനത്തെ ഉപദേശിക്കും. അതുപോലെ മാലഖായി ചാപ്റ്റർ 2 വേഴ്സ് 7, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമത്രേ. ഇത് തന്നെയാണ് 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 17 വേഴ്സസ് 7 to 9 കാണുന്നതും. ഇക്കാര്യം നാം ഉപേക്ഷയായി വിചാരിച്ചാൽ ദൈവിക സത്യങ്ങൾ ജനത്തിന് മനസ്സിലാക്കുവാൻ പറ്റാതെ അവർ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്നും അകന്നുപോകും. ദൈവിക ഉടമ്പടിയിൽ നിന്നും അവർ അകന്നുപോകും. ഇവിടെ നാം കാണുന്നത് ആസ ദൈവത്തോട് ചേർന്നിരുന്നു. ദൈവത്തോട് ആസ ചേർന്നിരുന്നത് കൊണ്ട് ദൈവത്തിനെയും അവൻ്റെ ദാനങ്ങളെയും അവൻ വാഞ്ചിക്കുവാനിടയായി. ആ ഒരു വലിയ വാഞ്ച ആസയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ ആസയോട് സംസാരിച്ചപ്പോൾ അത് ശ്രവിക്കുവാനും അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാനും ആസ തയ്യാറായത്. ആസയിലുള്ള ദൈവ സാന്നിധ്യമായിരുന്നു ദേശത്ത് റിഫോർമേഷൻ വരുത്തുവാൻ തക്കവണ്ണം, അതുപോലെ ജനത്തിന് ആശ്വാസം പകർന്നു കൊടുത്ത് അവരെ ധൈര്യപ്പെടുത്തുവാനും രാജാവായ ആസയെ പ്രാപ്തനാക്കിയത്. ഇവിടെ നാം കാണുന്നു ദൈവാത്മാവിൻ്റെ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ വരമായ പരിപാലന വരം ആസയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ കീ വേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്നാണ്. 2 ക്രോണിക്കിൾസ് ചാപ്റ്റർ 15 വേഴ്സ് 7, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിപ്പീൻ, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ബട്ട് യു പീപ്പിൾ ഓഫ് ജൂഡ ബി സ്ട്രോങ് ആൻഡ് ഡു നോട്ട് ലെറ്റ് യുവർ ഹാൻഡ്സ് ബി വീക്ക്, ഫോർ യുവർ വർക്ക് ഷാൽ ബി റിവാർഡഡ്. ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ നാം ഈ വേദഭാഗത്ത് കണ്ടു. അതുപോലെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തെ, ഫോർഗിവിങ് ആൻഡ് റിസ്റ്റോറിങ് നേച്ചർ ഓഫ് ഗോഡ്. അതായത് ആസ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ അവർ ദൈവത്തെ കണ്ടെത്തി. ആസ തൻ്റെ രാജ്യത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് അതുമൂലം ചെയ്തത് എന്ന് നാം മനസ്സിലാക്കുന്നു. അതായത് King Asa cleanses the land and gathers the nation together for worship. ദൈവം പാപങ്ങൾ ക്ഷമിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തപ്പോൾ വീണ്ടും ആലസ്യത്തിലായിരിക്കാതെ ആസ took courage and removed the abominable idols from the land. മ്ലേച്ഛബിംബങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹാരാധന ദേശത്തുണ്ടെങ്കിൽ ജനം സത്യദൈവത്തിൽ നിന്നും അകന്നു പോകും. അന്യദൈവ ആരാധനയുമായി അഥവാ വിഗ്രഹാരാധനയുമായി ചുറ്റിപ്പണഞ്ഞ് അഥവാ ബന്ധപ്പെട്ട് കിടക്കുന്ന അദൃശ്യമായ ദുരാത്മവ്യാപാരങ്ങൾ, അതിനോടുള്ള ആ പ്രതിപത്തി, എൻട്രൻച്ച്ഡ് ഇൻട്രസ്റ്റ്, ആ ചായ്വ്, വിഗ്രഹാരാധനയോട് സമാനമായ ആ മന്ദീഭാവം അല്ലെങ്കിൽ മയക്കം, ഇതെല്ലാമാണ് ആസ പൊട്ടിച്ചത്. അങ്ങനെ ഒരു റിഫർമേഷനാണ് ആസ ദേശത്ത് വരുത്തിയത്. അതിന് രാജാവായ ആസയ്ക്ക് കിട്ടിയ ധൈര്യം താൻ ദൈവത്തോട് ചേർന്നിരുന്നത് കൊണ്ട് ലഭിച്ചതാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവശക്തി, പരിശുദ്ധാത്മാവ് ആസയ്ക്ക് ലഭിച്ചതുകൊണ്ടാണ്. പരിശുദ്ധാത്മശക്തിയാലാണ് ആസയ്ക്ക് ഈ ധൈര്യവും ഈ ആശ്വാസവും എല്ലാം പ്രാപിക്കുവാൻ കഴിഞ്ഞതും ജനത്തെ ഉപദേശിക്കുവാനും ദേശത്ത് പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ റിഫർമേഷൻ വരുത്തുവാനും ആസയ്ക്ക് ഇടയാക്കിയത്. ഇനി നാം ചിന്തിക്കുന്നത്
ദൈവാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ വരങ്ങളെക്കുറിച്ചാണ്. ഇതിന് കൃപാവരങ്ങൾ എന്നും പറയുന്നു. കാരണം എല്ലാ വരങ്ങളും ദൈവകൃപയാണ് പ്രകടമാക്കുന്നത്. ഒരുവന് സ്വന്തം ശക്തി കൊണ്ടോ കഴിവ് കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല ഈ വരങ്ങൾ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, ഗിഫ്റ്റ്. ഇത് സൗജന്യമാണ്. നോബഡി ക്യാൻ ഏൺ ഇറ്റ്. ഓരോ വ്യക്തിയിലും വിവിധങ്ങളായ രീതിയിലാണ്, വ്യത്യസ്തങ്ങളായ വരങ്ങളിലൂടെയാണ് ദൈവാത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻ സാധ്യമാകുന്നത്. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. അതായത് ഏക ദൈവത്താലാണ് എല്ലാ കൃപാവരങ്ങളും ലഭ്യമായിരിക്കുന്നത്. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തോത്രവും ആരാധനയും നാം അർപ്പിക്കുമ്പോൾ ഏകാത്മാവും ഏക കർത്താവും ഏക ദൈവവുമായവൻ നമുക്ക് നൽകുന്ന കൃപാവരങ്ങൾ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കൃപാവരങ്ങൾ നൽകപ്പെടുന്നത് പൊതുപ്രയോജനത്തിനാണ്. സഭയെ ശുശ്രൂഷിക്കുവാൻ. അതായത് കൃപാവരങ്ങൾ ആരുടെയും സ്വന്തമല്ല, ഒരുവന് സ്വയമേ നേടിയെടുക്കാവുന്നതുമല്ല. ദേ ആർ ഫ്രീ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ഒരാൾക്ക് വിശ്വാസത്തിൻ്റെ വരം നൽകപ്പെടുമ്പോൾ വേറൊരുവന് രോഗശാന്തിയുടെ വരമായിരിക്കും നൽകപ്പെടുക. മറ്റൊരാൾക്ക് വീര്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള വരമായിരിക്കാം. അതായത് ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടൽ പലതരത്തിലായിരിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഒരുവന് ഏതെങ്കിലും ഒരു വരമോ പല വരങ്ങളോ ഉണ്ടെന്നിരുന്നാൽ പോലും ആ വ്യക്തിയെ അത് കൂടുതൽ ആത്മീകനാക്കുന്നില്ല. അതുപോലെ തന്നെ അവരനേക്കാൾ ആ വ്യക്തി ശ്രേഷ്ഠനുമല്ല. ദൈവം സ്വന്തം ഇഷ്ടത്താൽ ഒരുവനെ വരങ്ങൾ ഏൽപ്പിച്ചിരിക്കുമ്പോൾ അത് പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നതാണ്. നാം അതിൽ ബോസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ പുകഴേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ദാനം നാം സ്വീകരിക്കുന്നു, അത്രമാത്രം. പല അവയവങ്ങൾ ഉൾപ്പെടുന്ന ശരീരം പോലെയാണ് വിശ്വാസം മൂലം ഒരുമിച്ച് കൂടിയ പല വ്യക്തികൾ ഉൾപ്പെടുന്ന സഭ. ആ സഭയുടെ പൊതുപ്രയോജനത്തിനു വേണ്ടിയാണ് വരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ വിവിധങ്ങളായ വരങ്ങൾ മൂലം സ്നേഹിക്കുവാനും
പരസ്പരം പണിതെടുക്കുവാനും പരസ്പരം താങ്ങുവാനും അതിനുവേണ്ടിയാണ് നാം ആയിരിക്കുന്നത്, അല്ലെങ്കിൽ സഭയായിരിക്കുന്നത്. യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് മെമ്പേഴ്സ് ഇൻഡിവിജ്വലി. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ഒരുമിച്ച് കൂടിയ പല വ്യക്തികൾ ഉൾപ്പെടുന്ന സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് 27-ാം വാക്യത്തിലാണ്. അതായത് 1 Corinthians chapter 12 verse 27. 27-ാം വാക്യം മുതൽ 31-ാം വാക്യം വരെയും നമുക്ക് പഠിക്കുവാനുണ്ട്. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ, എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ, എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദൈവം ഒരുവനെ വിളിക്കുന്നതും ദാനങ്ങൾ കൊടുക്കുന്നതും ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഗോഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഗിഫ്റ്റ്സ് ആൻഡ് കോളിംഗ് അക്കോർഡിംഗ് ടു ഹിസ് പ്ലഷർ. താൻ ഇച്ഛിക്കും പോലെയാണ് ഓരോരുത്തന് ദൈവം ദാനങ്ങളെ കൊടുക്കുന്നത്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഒക്കെ സഭയിലാക്കുന്നത് ദൈവമാണ്. ഇവരെ മാത്രമല്ല, വീര്യപ്രവൃത്തികൾ ചെയ്യുവാനുള്ള വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, അതായത് കെയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, വിവിധ ഭാഷാവരം, വെറൈറ്റീസ് ഓഫ് ടങ്സ്, ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് താൻ ഇച്ഛിക്കുന്നവർക്ക് നൽകുന്നത്. പൗലോസ്ലീഹ വേഴ്സ് 31 പറയുകയാണ്, ഡിസയർ ദ ഗ്രേറ്റർ ഗിഫ്റ്റ്സ്. അതായത് ഹിയർ പോൾ എൻകറേജസ് ടു ഏർണസ്റ്റ്ലി ഡിസയർ ദ ഹയർ ഗിഫ്റ്റ്സ്. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീൻ. ഏതൊക്കെയാണ് ശ്രേഷ്ഠ വരങ്ങൾ? The greater gifts are faith, hope and love. And the greatest gift of all is love. അതിശ്രേഷ്ഠ വരമാണ് സ്നേഹം. നാം ശരിക്കും മനസ്സിലാക്കേണ്ടത്, എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. നോട്ട് എവരിവൺ ഈസ് ആൻ അപ്പോസ്റ്റൽ ഓർ എ പ്രോഫറ്റ് ഓർ എ ടീച്ചർ. നോട്ട് എവരിവൺ പെർഫോംസ് മിറക്കിൾസ് ഓർ ഹാസ് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ് ഓർ സ്പീക്സ് ഇൻ ടങ്സ് ഓർ ഇന്റർപ്രറ്റ്സ് ടങ്സ്. നാം അതിനായി വാഞ്ചിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ വാഞ്ച അറിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വരങ്ങളെ നൽകുന്നത്. അതിനായി വാഞ്ചിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത് ദാനമായി നൽകുകയുള്ളൂ. അങ്ങനെ ദാനമായി വരങ്ങൾ നൽകുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. അങ്ങനെയുള്ളവർ മാത്രമാണ് അത് പ്രാപിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹ വേഴ്സ് 31 പറഞ്ഞത്, ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പീനെന്ന്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ വാഞ്ചയാണ്. അത് ഡിസയർ ചെയ്യുന്നവന് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. ആഗ്രഹിക്കാത്തവന് അത് പ്രാപിക്കുവാൻ പറ്റുകയില്ല. ആഗ്രഹമില്ലാത്തവൻ എന്തിനാണ് വരങ്ങൾ?
യേശുക്രിസ്തു ഈ ഭൂമിയിൽ നടന്നപ്പോൾ തൻ്റെ ചുറ്റും കൂടി വന്ന അനേകായിരങ്ങളിൽ നിന്ന് വെറും 12 പേരെയാണ് അപ്പോസ്റ്റൽസായിട്ട് തിരഞ്ഞെടുത്തത്. പൗലോസ്ലീഹ ഇവിടെ 3-4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡു ഓൾ പൊസസ് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്? എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? ഡു ഓൾ സ്പീക്ക് വിത്ത് ടങ്സ്? എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഡു ഓൾ ഇൻ്റർപ്രറ്റ്? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? എല്ലാവരും പ്രവാചകന്മാരാണോ? പൗലോസ്ലീഹ ചോദിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച തിരുവചന പാഠങ്ങൾ നാം പഠിക്കേണ്ടതായിട്ടുള്ളത്, 1, നാം വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. 2, ദൈവത്തിൻ്റെ ദാനങ്ങളെ നാം വാഞ്ചിക്കുന്നവർ ആയിരിക്കണം. കൂടുതൽ കൂടുതൽ ഉന്നതങ്ങളായ ശ്രേഷ്ഠങ്ങളായ വരങ്ങളെ നാം ആഗ്രഹിക്കണം, വാഞ്ചിക്കണം. ഇതെല്ലാം ദൈവം തൻ്റെ ഇച്ഛയാൽ, തൻ്റെ ഇഷ്ടത്താൽ നൽകുന്നതാണെന്നും നാം നേടിയെടുക്കുന്നതല്ലെന്നുമുള്ള ബോധം നമുക്ക് വേണം. നാം താഴ്മയോടെ അത് സ്വീകരിക്കുകയാണ് വേണ്ടത്. ഈ വരങ്ങൾ ദൈവകൃപയുടെ പ്രദർശനങ്ങളാണ്. 3-ാമതായി, അപരനെ അതിലൂടെ ശുശ്രൂഷിക്കുന്നതിന്, അവൻ്റെ ആത്മീയ വർധനവിന് വേണ്ടി നാം നമ്മുടെ വരങ്ങൾ ഉപയോഗിക്കണം. അത് വ്യാപാരം ചെയ്യണം. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. അപരൻ്റെ ആകുലതകളിൽ അവന് ആശ്വാസമാകാൻ, പ്രതികൂലങ്ങളെ നേരിടുവാൻ ഈ വരങ്ങളുടെ ശുശ്രൂഷ അവനെ സഹായിക്കും. ഇതെല്ലാം സാധ്യമാകുന്നത് ദൈവം നമ്മെ മുന്നമേ സ്നേഹിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നാം ദൈവത്തെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നാം തമ്മിൽ സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറഞ്ഞത്. ഇതാണ് പൗലോസ്ലീഹ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ അതിശ്രേഷ്ഠമായ മാർഗം, സ്നേഹം. കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.